ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ്. ഓവണൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു മോൾഡ് ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 തവണയെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കണം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. മുട്ട നന്നായി ബീറ്റ് ചെയ്ത് നമ്മളൊരു ക്രീമി ഫോമിലാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളറായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ ഷുഗർ നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് 2-3 ബാച്ചായി ഇട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ബാറ്റർ തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് നമുക്ക് ബാറ്റർ ശരിയാക്കിയെടുക്കാം. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചെടുക്കുന്ന ബാറ്റർ മോൾഡിൻ്റെ പകുതിയേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ വശത്തൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് മുകൾ വശം എല്ലാം ഒരേ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പ് നേരത്തെ ഞാനൊരു 10 മിനിറ്റ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മൗൾഡ് അതിലേക്ക് ഇറക്കി കൊടുത്ത് ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഉൾവശമെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോകുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ ബട്ടർ സ്കോച്ച് സിറപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് സാവധാനം ഒന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ സാവധാനം അലിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അലിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടണം. ഇപ്പോൾ പഞ്ചസാര തരികളെല്ലാം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ട് ഇതിലൊന്ന് അലിയിച്ചെടുക്കണം. ബട്ടർ ഇതിൽ മുഴുവനായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഷുഗർ സിറപ്പ് ഈ പാല് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതായി മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ച് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇപ്പോൾ ഇത് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നന്നായി അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം.
ബട്ടർ ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് പീനട്ടും ആൽമണ്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് നിരത്തി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടീസ്പൂൺ പൗഡർ ഷുഗർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെടുക്കുന്ന വിപ്പിംഗ് ക്രീമിനനുസരിച്ചാണ് കേട്ടോ മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് പീനട്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പറിൽ നിന്ന് അടർന്ന് വരും. എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ പീസാക്കി കൊടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്തൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഷുഗർ സിറപ്പ് വെച്ചിട്ട് 3 പീസും നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടി തളിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രീം ലെയർ ചെയ്യാം. കുറച്ച് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് നിരത്തി ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ സ്കോച്ച് സിറപ്പ് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീമെല്ലാം മെൽറ്റായി പോവും. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ ചെയ്തെടുത്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് തളിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ക്രീം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബട്ടർ സ്കോച്ച് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഈ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെയറിലൊക്കെ ഈ ബട്ടർ സ്കോച്ച് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ഇതിന് മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം മാത്രം ഇട്ട് കൊടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. സൈഡിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് അത്യാവശ്യം നല്ല കട്ടിൽ തന്നെ ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ക്രീം എല്ലാം എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ 1/4 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. മുകൾ വശത്തും സൈഡിലും എല്ലാം നമുക്ക് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഞാൻ സൈഡ് മുകളിലെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ക്രീമെല്ലാം നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഡെക്കറേഷൻസൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ടാണ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ പീനട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വശത്തും ഒരുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകൾ വശത്ത് നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊരു ബോർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ബോർഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഡെക്കറേഷനായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇതിന് മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നമുക്ക് അധികം ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. നമ്മളെ ബട്ടർ സ്കോച്ച് കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്